ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SIT. ഇതിനായി സന്നിധാനത്തെ പാളികളിൽ നിന്നു വീണ്ടും സാമ്പിൾ ശേഖരിക്കും. VSSയിൽ പരിശോധിക്കാനാണ് നീക്കം. സാമ്പിൾ ശേഖരിക്കാനും ശാസ്ത്രീയ പരിശോധന നടത്താനും ഹൈക്കോടതിയുടെ അനുമതി തേടും. വിവരങ്ങളുമായി D. ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, ഏതായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും ഒരു ശാസ്ത്രീയ പരിശോധനയുമായി SIT സംഘം തയ്യാറാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് വേണ്ടി പണിപ്പെടുന്ന SIT സംഘം വീണ്ടും സ്വർണ്ണപ്പാളികളുടെ സ്വർണ്ണപ്പാളികൾ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവും ഒപ്പം തന്നെ അതിന്റെ ഗുണമേന്മയും പരിശോധിക്കാൻ ഒരു നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെങ്കിൽ VSCയിലെ ശാസ്ത്രജ്ഞന്മാർ നൽകിയ മൊഴി അനുസരിച്ച് ചെമ്പ് പാളികൾ ഒറിജിനലാണെന്നും എന്നാൽ അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നായിരുന്നു അവർ നൽകിയിരിക്കുന്ന മൊഴി. അതായത് ദ്വാരപാലക ശില്പത്തിന്റെ മുകളിൽ ചാർത്തുന്ന ചെമ്പ് പാളികൾ, സ്വർണം പൂശിയ ചെമ്പ് പാളികളിലും ഒപ്പം തന്നെ ശബരിമല ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതിലും സ്വർണത്തിന്റെ അളവിൽ കുറവ് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയിൽ കുറവുണ്ട് എന്നുള്ള രണ്ട് കണ്ടെത്തലുകൾ കാണിച്ചുകൊണ്ടുള്ള മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്നത്. രണ്ട് ഇതിലുമായി സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട്. ഇത് രണ്ടിലും സ്വർണം പൂശാൻ കൊണ്ടുപോയത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കണക്കനുസരിച്ച് ഇതിൽ ഉണ്ടായിരുന്ന ആ സ്വർണത്തെക്കാൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ഈ സ്വർണ്ണപ്പാളികളിലും ഒപ്പം തന്നെ കട്ടപ്പാളികളിലെയും ചെമ്പുപാളികൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു നീക്കത്തിന് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം ഇത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രിയുടെ അനുമതി വേണം, ഒപ്പം ഹൈക്കോടതിയുടെ അനുമതി വേണ്ടിവരും. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതി അനുമതി നൽകി കഴിഞ്ഞാൽ തന്ത്രിയുടെ അനുമതി കൂടി നേടിയതിനു ശേഷം വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കും. സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തന്നെ ഇത് എത്തിച്ച് പരിശോധന നടത്തും. ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന. ഇതിനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായും നഷ്ടപ്പെട്ടു പോയ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ. അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഒരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങളും പുറത്ത് ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ ഗോവർദ്ധന്റെ പക്കൽ നിന്നും 400 ഗ്രാമോളം സ്വർണം പിടിച്ചെടുത്തിരുന്നു. അതിന്റെ ക്വാളിറ്റി പരിശോധിക്കണം, ഒപ്പം തന്നെ ആ സ്വർണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നാൽ മാത്രമേ ഇത് ശബരിമലയിൽ നിന്നും മോഷണം പോയ സ്വർണമാണ് എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നിലവിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതുവരെയായും കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നിലനിൽക്കുകയാണ്. സംശയമുള്ള ചില ആളുകളെ പല ആവർത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ജയറാം ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയത്. സിനിമാ നടൻ ജയറാമിന്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തി എന്ന് ജയറാം തന്നെ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പല ആളുകളുടെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാക്കുന്നത് ഈ സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ്. അതായത് 1999 ശബരിമലയിൽ നടക്കിവെച്ച സ്വർണ്ണപ്പാളികൾ ഇപ്പോഴും സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. ഈ രണ്ടാമത്തെ സ്വർണ്ണപ്പാളികൾ അത് എങ്ങനെ വന്നു, അതുമായി ബന്ധപ്പെട്ട സ്വർണം പൂശൽ ആര് നടത്തി, ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെ പൂശി, അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്വർണ്ണപ്പാളികൾ എടുത്തു മാറ്റാൻ ആരനുമതി നൽകി, ഇങ്ങനെ തുടങ്ങി കുറെ അധികം ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരു വ്യക്തമായ മറുപടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും ചില ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേഗത്തിൽ നടക്കുന്നുണ്ട്. ED സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനയ്ക്ക് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രധാനമായും ഇതിലെ പ്രതികളായി ചേർക്കപ്പെട്ട ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉള്ള ഒരു പരിശോധനയിലേക്കാണ് ED കടന്നിരിക്കുന്നത്. കാരണം അവർക്ക് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ മതിയാകും. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ EDയുടെ പരിശോധന സംബന്ധിച്ചുള്ള
സംബന്ധിച്ച് ചില ആളുകളുടെ അറസ്റ്റിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ SIT പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർക്കപ്പെട്ട എല്ലാ ആളുകളെയും EDയും പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ED കത്ത് നൽകിയിട്ടുള്ളത്. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരും എന്ന ഒരു നിഗമനത്തിലാണ് ED. അതേസമയം ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇത് ഈ VSCയിലെ ശാസ്ത്രജ്ഞന്മാർ രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും അതിന്റെ സാമ്പിൾ ശേഖരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ പരിശോധന പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 15ഓളം ദിവസം വേണ്ടിവരും. ഇതിൽ ഈ സ്വർണത്തിന്റെ ഗുണമേന്മ, ഒപ്പം തൂക്കം, അതുമായി ബന്ധപ്പെട്ട എന്തുമാത്രം സ്വർണം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യക്തത വീണ്ടും വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. സാമ്പിൾ പരിശോധനാ ഫലം കിട്ടിയാൽ ഉടൻ തന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ അപേക്ഷ വീണ്ടും പരിഗണനയ്ക്ക് എത്തുകയാണ്. തിങ്കളാഴ്ചയോടുകൂടി ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പല ആളുകളും 90 ദിവസം പിന്നിടുന്നതോടെ തന്നെ ജാമ്യത്തിൽ പുറത്തു പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും അന്വേഷണവും പൂർത്തിയാക്കി ഒരു ഇടക്കാല കുറ്റപത്രം നൽകുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇതുവരെ ഈ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വ്യാപകമായി നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളികളിലെ ചെമ്പുപൂശിയ സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിന്റെ മേന്മ അല്ലെങ്കിൽ അതിന്റെ തൂക്കം എന്നിവ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളാണ്. ഇതുകൂടി കൃത്യമായ വിവരങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടക്കാല കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉള്ളത്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് D. ബിനോയിയാണ്.